ഗോഡ്സോൺ ടിവി എന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. ജ്യോതിഷം എന്ന പരിപാടിയിലേക്ക് ഗോഡ്സോൺ ടിവിയുടെ ഏവർക്കും സ്വാഗതം. ഏപ്രിൽ മാസം 8-ാം തീയതി സൂര്യഗ്രഹണമാണ്. താഴെ പറയുന്ന നക്ഷത്രങ്ങൾക്ക് സൂര്യഗ്രഹണം കൊണ്ട് നമുക്കുണ്ടാകുന്ന പുതിയ അനുഭവങ്ങളിലേക്ക്, പുതിയ നക്ഷത്രങ്ങളിലേക്ക് വീണ്ടും നമുക്ക് പോകാം. താഴെപ്പറയുന്ന നക്ഷത്രങ്ങൾക്ക് ഈ പറയുന്ന ഉയർച്ച തീർച്ചയായിട്ടും ലഭിക്കും. ആയില്യം നക്ഷത്രം, മകരത്തിന്റെ അരയും പിന്നെ അരയും, തൃക്കേട്ട നക്ഷത്രത്തിലെ കാലും മുക്കാലും, ചോതി നക്ഷത്രത്തിന് മുഴുവനായിട്ടും, പൂരാടത്തിന്റെ കാലും മുക്കാലും, അനിഴ നക്ഷത്രത്തിന്റെ മുഴുവനും ഈ സൂര്യഗ്രഹണം കൊണ്ട് ഇവർക്ക് ഭാഗ്യവാന്മാരാകാനുള്ള യോഗമുണ്ട്. അതിനുവേണ്ടി ഈശ്വര സന്നിധിയിൽ അർപ്പിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ സൂര്യഗ്രഹണം കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകും. സൂര്യഗ്രഹണം കൊണ്ട് നല്ല അനുഭവങ്ങൾ കിട്ടത്തില്ല. ചിത്തിര നക്ഷത്രം അവര് ശിവക്ഷേത്രത്തിൽ ധ്യാനം നടത്തുകയും ഭസ്മം തൊടുന്നത് അവരുടെ ദോഷങ്ങൾ മാറിക്കിട്ടാൻ നല്ലതാണ്. പൂരം നക്ഷത്രത്തിന് മഹാവിഷ്ണുവെങ്കിൽ തുളസിമാല ഭസ്മം ധരിക്കണം. മകയിരം നക്ഷത്രത്തിന് ശിവക്ഷേത്രത്തിൽ പ്രസാദവും മുരുകന്റെ അമ്പലത്തിൽ യഥാശക്തി വഴിപാടുകൾ നോക്കണം. ഗുണകത്തിന് പഞ്ചാക്ഷരി മന്ത്രം ജപിക്കണം. അവിട്ടം ശിവന് ഭഗവതിക്കും പ്രത്യേക വഴിപാടുകൾ നടത്തണം. തിരുവാതിര നക്ഷത്രത്തിന് പഞ്ചാക്ഷരി മന്ത്രം കൊണ്ട് പ്രസാദം തുറണം. രോഹിണി നക്ഷത്രത്തിന് ശിവഭജനം, ദേവീക്ഷേത്രത്തിൽ പ്രാർത്ഥനയും സർവേശ്വര പൂജയും നടത്തണം. ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ ഈ പറഞ്ഞ ചിത്തിര, പൂരം, മകയിരം, പൂർണ്ണം, ഔട്ടം, തിരുവാതിര, രോഹിണി നക്ഷത്രക്കാരുടെ സൂര്യഗ്രഹണം മൂലമുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾക്കും മാനസിക ബുദ്ധിമുട്ടും മാറി നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കും. ഇതോടുകൂടി ഈ സൂര്യഗ്രഹണത്തിന്റെ ഫലം ഇവിടെ പൂർത്തിയാകുകയാണ്. അടുത്ത ആഴ്ച വീണ്ടും നമുക്ക് സമ്മേളിക്കാം. അതുവരെ വണക്കം പറയുന്നു. നമസ്കാരം.